പേരാവൂർ ഇരട്ടി റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കണമെങ്കിൽ ഡ്രൈവിംഗിൽ പ്രത്യേക പരിശീലനം തന്നെ വേണ്ടിവരും. അത്രയ്ക്കുണ്ട് റോഡിലെ കുഴികൾ. കാക്കയങ്ങാട് ഉളിയിപ്പടിയിലുള്ള റോഡിലെ ഈ കുഴിയുടെ ദൃശ്യം കണ്ടാൽ തന്നെ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് ഏകദേശം മനസ്സിലാവും. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഭവം വാർത്തയിൽ ഉൾപ്പെടുത്തിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പൊതുമരാമത്ത് കുഴിയടക്കൽ നടപടി ആരംഭിച്ചത്. എന്നാൽ ഇത് പ്രഹസനമായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത്. പൈഞ്ചേരി മുക്ക് മുതൽ പൈഞ്ചേരി വായനശാല വരെയാണ് പൊതുമരാമത്ത് നിയോഗിച്ച കരാറുകാർ കുഴിയടച്ചത്. അവശേഷിക്കുന്ന കുഴിയടക്കാനുള്ള നടപടിയൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. അടച്ച കുഴിയാകട്ടെ പഴയപടിയിൽ തന്നെ. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപകടം കൂടിയായിരുന്നു. പിന്നെ ടൂ വീലർ അപകടത്തിൽപ്പെടുകയും ബൈക്ക് അതുപോലെ ബസ്സെല്ലാം എതിർഭാഗത്തോട്ട് വരിക വെച്ചാൽ ആ റോഡ് സൈഡിലൊക്കെ എനിക്ക് വരുന്നത് വെച്ചാൽ കുഴിയില്ലതുകൊണ്ട് വല്ലാതെ അപകടം ജാസ്തിയാണ്. പിന്നെ രാത്രി കാലങ്ങളിൽ ടൂ വീലർക്കാർക്കാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ കുഴിയിൽ വീണിട്ട് ഇതാവുക. എനിക്കൊരു 2 ആഴ്ച മുന്നേ ഒരു ബൈക്കാരൻ വീണിട്ട് എന്തോ സ്ഥലം വരുത്തോടെ ഇതായതാണ്. ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സംഭവം വാർത്തയിൽ ഉൾപ്പെടുത്തിയത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പൊതുമരാമത്ത് കുഴിയടക്കൽ നടപടി ആരംഭിച്ചത്. എന്നാൽ ഇത് പ്രഹസനമായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത്. പൈഞ്ചേരി മുക്ക് മുതൽ പൈഞ്ചേരി വായനശാല വരെയാണ് പൊതുമരാമത്ത് നിയോഗിച്ച കരാറുകാർ കുഴിയടച്ചത്. അവശേഷിക്കുന്ന കുഴിയടക്കാനുള്ള നടപടിയൊന്നും തന്നെ ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. അടച്ച കുഴിയാകട്ടെ പഴയപടിയിൽ തന്നെ. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറയുന്നതിനാൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. രാത്രികാലങ്ങളിൽ മറ്റു വാഹനങ്ങളും കുഴി ശ്രദ്ധയിൽപ്പെടാതെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കാനെങ്കിലും ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.